പത്തരമാറ്റിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഡോക്ടർ താഴേക്ക് ഇറങ്ങി വരുന്ന സമയത്ത് നയനയ്ക്കാണെങ്കിൽ ഭയങ്കര ടെൻഷനാണ്. നയനയാണെങ്കിൽ ഇങ്ങനെ മനസ്സിൽ ഓർക്കുന്നുണ്ട് ഇന്ന് ഇവിടെ ഇപ്പോൾ ഒരു പൊട്ടിത്തെറി ഉണ്ടാവുമെന്ന് ഓർത്ത് ഭയങ്കര പേടിച്ചാണ് നിൽക്കുന്നത്. പിന്നീട് ഡോക്ടർ ഇറങ്ങി വരുമ്പോൾ മുത്തശ്ശി ചോദിക്കുന്നുണ്ട് എന്തായി കാര്യങ്ങളെന്ന് ചോദിക്കുമ്പോൾ ഡോക്ടർ പറയുന്നുണ്ട് പേടിച്ച പോലെ കുഴപ്പമൊന്നുമില്ല, ഇനി എന്തൊക്കെ കഴിക്കണം എന്നുള്ളത് ഞാൻ നവിക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എന്ന് പറയുകയാണ്. അപ്പോൾ മുത്തശ്ശനാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു അത് ആ ഉപദേശം ഇവനാണ് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞിട്ട് അബീനെ ചൂണ്ടിക്കാണിക്കുകയാണ്. ഒരു പെൺകുട്ടീനെ വിവാഹം കഴിച്ചു കൊണ്ടുവന്നു, ഇനി മുന്നോട്ടുള്ള കാര്യങ്ങൾ ഇവൻ എന്താണെന്ന് അറിയില്ല, അതുകൊണ്ട് അടുത്ത തവണ ഡോക്ടർ വരുമ്പോൾ ഒരു ചാർട്ട് കൊണ്ടുവരണം, ഇങ്ങനെ ഭാര്യേനെ എങ്ങനെ നോക്കണം എന്നുള്ളത് അതിൽ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ടാവണം എന്നൊക്കെ പറയാനുണ്ട്. അപ്പോൾ അബിക്കാണെങ്കിൽ അത് കേൾക്കുന്ന സമയത്ത് ഇഷ്ടാവുന്നൊന്നുമില്ല. പിന്നീട് എന്തായാലും ഇങ്ങനെ നവിക്ക് ഇനി എന്ത് ആവശ്യമുണ്ടെങ്കിലും എന്നെ വിളിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഡോക്ടർ യാത്ര പറഞ്ഞ് അവിടുന്ന് പോകുന്നത്. ഡോക്ടർ പോയി കഴിഞ്ഞ ശേഷം മുത്തശ്ശി ചോദിക്കുന്നുണ്ട് ഇപ്പോൾ എങ്ങനെയുണ്ട് മോളെ എന്നൊക്കെ ചോദിക്കുകയാണ്. എനിക്കിപ്പോൾ ഒരു കുഴപ്പമില്ല, ഇനി ഞാൻ എന്ത് കഴിച്ചാലും മുത്തശ്ശീനോട് ചോദിച്ചിട്ടേ കഴിക്കുള്ളൂ എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ നൈനയ്ക്കാണെങ്കിൽ എന്താ സംഭവിച്ചതെന്ന് അറിയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നവ്യനെ ചേച്ചി ഒന്ന് വന്നേന്ന് പറഞ്ഞിട്ട് വിളിച്ചുകൊണ്ട് അവിടെ നിന്ന് അങ്ങ് പോവാണ്. അപ്പോൾ അവർ പോകുന്നു നോക്കിക്കൊണ്ട് ജാനകി ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു ഇങ്ങനെ നവ്യ കുറച്ച് വേലത്തരൊക്കെ കയ്യിലുള്ള കൂട്ടത്തിലാണെന്ന് തോന്നുന്നുണ്ട് എന്ന് പറയുന്ന സമയത്ത് മുത്തശ്ശനാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു ഇപ്പോഴത്തെ പെൺകുട്ടികളൊക്കെ അങ്ങനെയൊക്കെ തന്നെയാണ്, നൈനമോളെ പോലെ ഒരു പെൺകുട്ടീനെ കിട്ടാൻ വലിയ പാടാണെന്ന് പറയാണ്. അപ്പോൾ ആ സമയത്ത് പിന്നീട് ആദർശിനെ നോക്കിയിട്ടാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു നയനമോള് നിൻ്റെ ഇവളുടെയൊക്കെ ഒരു ഭാഗ്യമാണ്, അത് ഇപ്പോഴും ഇവൾക്ക് മനസ്സിലായിട്ടില്ല എന്നാണ് തോന്നുന്നതെന്ന് പറഞ്ഞിട്ട് മുത്തശ്ശിനെ അവിടെ നിന്ന് അങ്ങ് പോവും. അപ്പോൾ ആ സമയത്ത് ദേവയാനി ഇങ്ങനെ മുത്തശ്ശിയുടെ അടുത്ത് വന്ന് പറയുന്നുണ്ടായിരുന്നു കതിർ മണ്ഡപത്തിലേക്ക് മുഖം മറച്ച് വന്നവളെ എനിക്ക് മരുമകളായിട്ട് അംഗീകരിക്കാൻ ഇതുവരെ പറ്റിയിട്ടില്ല എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ആ സമയത്ത് മുത്തശ്ശി പറയുന്നുണ്ടായിരുന്നു നീ അംഗീകരിക്കുന്ന ഒരു ദിവസം വരും, നിനക്ക് മരുമകളുടെ തണൽ ആവശ്യമുള്ളപ്പോഴായിരിക്കും അത് സംഭവിക്കുന്നതെന്ന് പറയുന്നുണ്ട്. പിന്നീട് നൈനമോൾ വന്ന ശേഷം ഇവിടെ പൂജാമുറിയിൽ പോലും ഒരു പ്രത്യേക വെളിച്ചാണെന്നൊക്കെ പറയണം. അപ്പോൾ ജാനകിയാണെങ്കിലും അത് 100% സത്യമാണെന്ന് പറയാണ്. അപ്പോൾ ജലജയ്ക്കോ അബിക്കോ അതൊന്നും ഇഷ്ടാവുന്നൊന്നുമില്ല കേട്ടോ. ഇങ്ങനെ പറയുന്ന സമയത്താണെങ്കിലും നൈനിനെ കുറിച്ച് പറയുന്ന സമയത്ത് പിന്നീട് നൈനിയാണെങ്കിലും നവ്യനോട് ചോദിക്കുന്നുണ്ടായിരുന്നു ചേച്ചി ശരിക്കും പ്രഗ്നൻ്റ് ആണോ, എന്നോട് കള്ളം പറയാണോ എന്നൊക്കെ ചോദിക്കുകയാണ്. ആ സമയത്ത് നവ്യ പറയുന്നുണ്ടായിരുന്നു എന്നെ പരിശോധിക്കാൻ ഡോക്ടർ റൂമിലേക്ക് വന്ന സമയത്ത് ഈ വീട്ടിലെ സ്ത്രീകളെല്ലാവരും ഉണ്ടായിരുന്നു, അപ്പോൾ അവരെ അവിടെ നിന്നിരുന്നെങ്കിൽ ഞാൻ ഇന്ന് പെട്ടുപോയേനെ, പക്ഷേ ഡോക്ടർ തന്നെ അവരോട് പുറത്ത് നിൽക്കാൻ പറഞ്ഞു, അവിടെയാണ് ട്വിസ്റ്റ്. അതോടുകൂടി ഡോക്ടർ ഫ്ലാറ്റ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കാര്യം പറയണം. അപ്പോൾ നൈനയ്ക്കാണെങ്കിലും മനസ്സിലാവുന്നില്ല നീ എന്തൊക്കെയാണ് പറയുന്നതെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ നീ ഇങ്ങനെ ഒരുപാട് സൂത്രശാലിയല്ലേ, ഓരോന്ന് ചെയ്ത് വെക്കുന്നില്ലേ, അപ്പോൾ നിൻ്റെ ചേച്ചിയല്ലേ ഞാൻ, അതിൻ്റെ ചെറിയൊരു ഗുണം എനിക്കും കിട്ടാതിരിക്കില്ലല്ലോ എന്ന് പറയുമ്പോൾ നയന പറയുന്നുണ്ടായിരുന്നു ഞാനൊരു സൂത്രപ്പണിയും ചെയ്തിട്ടില്ല എന്നൊക്കെ, ഇനിയിപ്പോൾ അതിനെക്കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല എന്ന് പറയുകയാണ്. പിന്നീട് നയനയാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു ഈ വീട്ടിൽ കുറച്ച് നല്ല മനുഷ്യരുണ്ട്, അവർക്ക് ഇങ്ങനെ കള്ളം പറയുന്നതും കള്ളം ചെയ്യുന്നതും ഒന്നും ഇഷ്ടമല്ല, ഇനിയെങ്കിലും ചേച്ചി അതൊന്ന് തുറന്നു പറയുമെന്ന് പറയണം. ആ സമയത്ത് നവ്യ പറയുന്നുണ്ട് ഇനി അതൊരിക്കലും ഉണ്ടാവില്ല, ഈ ഇല്ലാത്ത ഗർഭം യാഥാർത്ഥ്യമാക്കാൻ എനിക്കറിയാം, അതിനുവേണ്ടി ഞാൻ എന്തും ചെയ്യും എന്നൊക്കെ പറയുകയാണ്. പിന്നീട് അതുപോലെ തന്നെ ഡോക്ടർ എന്തായാലും ഇനി ആരോടും സത്യമൊന്നും വിളിച്ച് പറയാനൊന്നും പോകണില്ല, അതുകൊണ്ട് തന്നെ ഞാൻ അഭിനയം കൊണ്ട് ഡോക്ടർ ബീനാകുമാരിയുടെ അടുത്തേക്ക് ഇടയ്ക്ക് ചെക്കപ്പിന് പോകും. ആ സമയത്ത് ഡോക്ടർ എനിക്ക് ഇങ്ങനെ വൈറ്റമിൻ ടാബ്ലറ്റ്സ് ഒക്കെ തരും, അപ്പോൾ ഇനിയിപ്പോൾ കുറച്ചും കൂടെ ഗ്ലാമർ കൂടും, അത് കഴിക്കുന്നത് നല്ലതല്ലേ ശരീരത്തിന് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പറയുകയാണ്. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ നീ എങ്ങനെയെങ്കിലും ഇവിടെ പിടിച്ച് നിൽക്കാൻ ആഞ്ഞ് ശ്രമിച്ചോ, എൻ്റെ കാര്യം എന്തായാലും ഞാനിവിടെ സ്ഥാനം ഉറപ്പിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുകയാണ്. ഇനിയിപ്പോൾ എന്തായാലും ഇല്ലാത്ത കുഞ്ഞിനെ വെച്ച് ഞാൻ ഇവിടെ കയറി പറ്റിയിട്ടുണ്ടെങ്കിൽ ആ ഇല്ലാത്ത കുഞ്ഞിനെ വെച്ചിട്ട് തന്നെ ഞാൻ എല്ലാവരുടെ മനസ്സിലേക്ക് ഇടിച്ച് കയറും എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവാണ്. അപ്പോൾ നൈനിയാണെങ്കിലും നവ്യ പറഞ്ഞതെല്ലാം കേട്ട് ഇങ്ങനെ ആകെ അതിശയിച്ച് നിൽക്കുകയാണ്. പിന്നീട് അബിയാണെങ്കിലും ഇങ്ങനെ വർക്കൗട്ടൊക്കെ കഴിഞ്ഞിട്ട് വരികയാണ്. അപ്പോൾ ആ സമയത്ത് അങ്ങനെ അനിയുടെ അമ്മയും അച്ഛനും അവിടെ മുന്നിൽ തന്നെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മുടെ മോന് ഇതെന്താ പറ്റിയത്, എവിടെ വീണിട്ടുണ്ടെന്ന് തോന്നുന്നു ഒക്കെ പറയണം. അനിയാണെങ്കിൽ ഭയങ്കര ക്ഷീണിച്ചൊക്കെയാണ് കേട്ടോ വരുന്നത്. അപ്പോൾ നീ എവിടെയെങ്കിലും വീണമെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും പിന്നീട് അനി ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു ഇങ്ങനെ ഓഫീസും വീടും ഒക്കെ ആയിട്ട് നടന്നതുകൊണ്ട് എനിക്ക് എൻ്റെ ബോഡി ഒന്ന് ശ്രദ്ധിക്കാൻ പറ്റിയില്ല, ഇനിയിപ്പോൾ ബോഡിയൊക്കെ ഒന്ന് സെറ്റാക്കാമെന്ന് വിചാരിച്ചു എന്ന് പറയാണ്. അപ്പോൾ സമയത്ത് ജാനകി പറയുന്നുണ്ടായിരുന്നു ഇനിയിപ്പോൾ ആദർശിൻ്റെയും അബിയുടെയൊക്കെ കല്യാണം കഴിഞ്ഞപ്പോൾ ഇനി അടുത്ത ചാൻസ് നിൻ്റെയാണല്ലോ, ഇപ്പോഴത്തെ പെൺകുട്ടികൾക്ക് ഇങ്ങനെ 6 പാക്ക് 8 പാക്ക് ഒക്കെയാണ് ഇഷ്ടം എന്നൊക്കെ പറയാണ്. പിന്നീട് അച്ഛനാണെങ്കിൽ അനിയനോട് ചോദിക്കുന്നുണ്ടായിരുന്നു നീ ഏത് ജിമ്മിലാണ് പോകുന്നതെന്നൊക്കെ. ഞാനൊരു ജിമ്മിലും പോകുന്നില്ല, എനിക്ക് നല്ലൊരു ട്രെയിനറെ കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് ഇനി എൻ്റെ ബോഡിയിൽ പെട്ടെന്ന് തന്നെ മാറ്റങ്ങളൊക്കെ ഉണ്ടാവും എന്ന് പറയാണ്. അപ്പോൾ എന്തായാലും പിന്നീട് ഇങ്ങനെ അനിയനോട് ഇങ്ങനെ അമ്മ ചോദിക്കുന്നുണ്ടായിരുന്നു നീ ഏതെങ്കിലും പെൺകുട്ടികളൊക്കെ കണ്ടുവച്ചിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അങ്ങനെ ഒരു പെൺകുട്ടീനെ കണ്ടുവച്ചിട്ടുണ്ടെങ്കിൽ അത് അച്ഛനോടും അമ്മയോടും നേരത്തെ തന്നെ തുറന്നു പറയുന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇങ്ങനെ നമുക്കിങ്ങനെ ഒരുപാട് സമ്പത്തും പണമൊന്നും ആവശ്യമുള്ള ഇതൊന്നുമില്ല, കുടുംബത്തിന് ചേർന്നൊരു പെൺകുട്ടി ആവണം എന്നൊക്കെ അച്ഛൻ പറയുകയാണ്. അപ്പോൾ ജാനകി പറയുന്നുണ്ടായിരുന്നു നൈനമോളെ പോലെ ഒരു പെൺകുട്ടീനെ മതി എന്ന് പറയുകയാണ് കേട്ടോ. അപ്പോൾ എനിക്കാണെങ്കിലും ഇങ്ങനെ സന്തോഷമൊക്കെ ആവുന്നുണ്ട്. പിന്നീട് അനിയാണെങ്കിലും അവിടെ നിന്ന് അങ്ങ് പോവാണ്. പിന്നീട് ജോത്സ്യർ വന്നിട്ട് ഇങ്ങനെ പ്രശ്നമൊക്കെ വെക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് മുത്തശ്ശി പറയുന്നുണ്ട് കുട്ടികളുടെ കല്യാണം കഴിഞ്ഞിട്ട് ജാതകം പരിശോധിക്കുന്നതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല, എന്നാലൊന്നും നോക്കാമെന്ന് വിചാരിച്ചു എന്ന് പറയാണ്. പിന്നീട് ഇങ്ങനെ ജോത്സ്യർ പറയുന്നുണ്ടായിരുന്നു ഞാൻ ഇവിടുത്തെ മൂത്ത കൊച്ചുമോൻ്റെയും മരുമോളുടെയും ജാതകം നോക്കിയിട്ടുണ്ടല്ലോ, അവർ
ജാതകം നല്ലൊരു ജാതകമായിരുന്നു, ഒന്നിക്കേണ്ടവർ തന്നെയാണ് ഒന്നിച്ചതെന്ന് പറയുകയാണ്. അപ്പോൾ ഇവിടെ അങ്ങനെയല്ല കാണുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് എന്തായാലും അതിനുള്ള പരിഹാരങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ 101 കുടം വെള്ളം തലയിൽ വെച്ചിട്ട് ഓരോന്ന് ചെയ്യാനൊക്കെയാണ് പറഞ്ഞു കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഇങ്ങനെ ശയനപ്രദക്ഷിണം ചെയ്യണം. അപ്പോൾ എന്തായാലും അത് ഭാര്യയോ ഭർത്താവോ ചെയ്യണം എന്നാണ് പറയുന്നത്. അപ്പോൾ ആ സമയത്ത് ഇങ്ങനെ നവ്യാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, എനിക്ക് ഇത്രയും വെള്ളം തലയിൽ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ പനി വരുമെന്ന് പറയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും മുത്തശ്ശൻ പറയുന്നുണ്ട് ഭാര്യ ഭർത്താവ് ചെയ്യണം എന്നല്ലേ, മോൾക്ക് സുഖമില്ലാത്തതുകൊണ്ട് എന്തായാലും അബി ചെയ്തോളൂ എന്നുള്ളതിൽ ഇങ്ങനെ അബീനെ നോക്കുകയാണ് കേട്ടോ. അപ്പോൾ അബിയാണെങ്കിലും ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ടായിരുന്നു മുത്തശ്ശൻ എൻ്റെ നേരെയാണല്ലോ നോക്കുന്നതെന്ന്. അപ്പോൾ എന്തായാലും മുത്തശ്ശൻ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് നിനക്ക് ചെയ്യാൻ പറ്റില്ലേ എന്നൊക്കെ മുത്തശ്ശി ചോദിക്കുകയാണ്. അപ്പോൾ എന്തായാലും ചെയ്തോളാം എന്നൊക്കെ അബിയാണെങ്കിലും സമ്മതിക്കുന്നുണ്ട് കേട്ടോ. പിന്നീടും ഇങ്ങനെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, ഇവരിങ്ങനെ സ്നേഹിച്ചല്ലേ കല്യാണം കഴിച്ച്, ഇഷ്ടമില്ലാതെയാണ് കല്യാണം കഴിച്ചതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ജലജ പറയുന്നുണ്ട് അവരെ ഇങ്ങനെ പ്രേമിച്ച് കല്യാണം കഴിച്ചവരാണെന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ദേവയാനി പറയുന്നുണ്ടായിരുന്നു അവർക്ക് ഇടയ്ക്ക് ഇങ്ങനെ ഒരു ഇഷ്ടക്കേടൊക്കെ ഉണ്ടായിരുന്നു, അതെന്തായാലും ഇതിൽ നന്നായിട്ട് തെളിഞ്ഞ് കാണുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ കാവടിയും കൂടെ എടുക്കുന്നത് നല്ലതാണെന്ന് പറയാണ് കേട്ടോ. അപ്പോൾ അബിക്കാണെങ്കിലും ദേഷ്യം വരുന്നുണ്ട്. അബി ചോദിക്കുന്നുണ്ടായിരുന്നു അതൊക്കെ ഇത് കഴിഞ്ഞിട്ട് പോരേന്നാ, ഇതിപ്പോൾ ആദ്യം പറഞ്ഞതെല്ലാം ചെയ്യാൻ നോക്കുമെന്ന് ഇങ്ങനെ ജ്യോത്സ്യരും പറയാണ്. പിന്നീട് ജ്യോത്സ്യർ പോകുന്നുണ്ട് കേട്ടോ. മുത്തശ്ശൻ ദക്ഷിണയൊക്കെ കൊടുത്തിട്ട് അനീനോട് ജ്യോത്സ്യരെ അവിടെ നിന്ന് കൊണ്ടുവിടാനൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് അബിയാണെങ്കിൽ ദേഷ്യപ്പെട്ടുകൊണ്ട് അവിടെ നിന്ന് പോവാണ്. ആ സമയത്ത് മുത്തശ്ശിയാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു അവന് ഇതൊന്നും വലിയ താല്പര്യമില്ല എന്ന് തോന്നുന്നുണ്ടെന്ന്. അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ടായിരുന്നു ആദർശാണെങ്കിൽ ഇതെല്ലാം സമ്മതിച്ചേനല്ലോ, ഒരു മടിയും കൂടാതെ അവൻ്റെ താല്പര്യമല്ല നോക്കേണ്ടത്, അവന് ഇങ്ങനെ ജനിക്കാൻ പോകുന്ന കുഞ്ഞിൻ്റെ അതുപോലെ തന്നെ ഈ വീട്ടുകാരുടെയൊക്കെ താല്പര്യമാണ് നോക്കേണ്ടതെന്ന് പറയുമ്പോൾ ജലജ പറയുന്നുണ്ട് അങ്ങനെയൊന്നുമില്ല, അവനെല്ലാം ചെയ്തോളൂ അച്ഛാന്ന് പറയണം, അപ്പോൾ ഇനിയെങ്കിലും നീ അവൻ്റെ കാര്യത്തിൽ കുറച്ച് സീരിയസ് ആവണം എന്നൊക്കെ മുത്തശ്ശൻ പറയുന്നുണ്ടായിരുന്നു. പിന്നീട് വർഷങ്ങൾക്ക് ശേഷമാണ് ഈ വീട്ടിലൊരു കുഞ്ഞ് ജനിക്കാൻ പോകുന്നത്, അതുകൊണ്ട് ഇങ്ങനെ മരുമോളെ സ്നേഹിക്കണം എന്നൊക്കെ ജലജയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പം നവ്യയ്ക്കാണെങ്കിലും ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അപ്പോൾ അതിന് മനസ്സിൽ വിചാരിക്കുന്നുണ്ട് വയറ്റിലൊരു കുഞ്ഞില്ല, മുത്തശ്ശൻ അത് പറഞ്ഞപ്പോൾ അവളുടെ ഒരു സന്തോഷം കണ്ടില്ല എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നീട് അബിയുടെ അടുത്തേക്ക് ഇങ്ങനെ റൂമിലേക്ക് നവ്യ വരുന്ന സമയത്ത് അബിക്കാണെങ്കിൽ ഭയങ്കര ദേഷ്യമാണ് കേട്ടോ. നിനക്ക് എന്തിൻ്റെ കേടാ നവ്യെ, നീയാണ് ഇതിനെല്ലാം പ്രോത്സാഹിപ്പിച്ച് കൊടുക്കുന്നത് എന്നൊക്കെ പറയുകയാണ്. എനിക്കിങ്ങനെ ഈ പൂജയും കാര്യങ്ങളൊന്നും ചെയ്യുന്നത് വലിയ താല്പര്യം ഇല്ല എന്നൊക്കെ പറയുന്ന സമയത്ത് നമ്മുടെ കുഞ്ഞിന് വേണ്ടിയിട്ടല്ലേ, നിനക്ക് എന്താ ഒക്കെ ചെയ്താലെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നിനക്ക് എന്നോട് ദേഷ്യം ഉണ്ടെന്ന് അറിയാമെന്നിങ്ങനെ അബി പറയുന്ന സമയത്ത് എനിക്ക് നിന്നോട് ദേഷ്യം ഉണ്ടെങ്കിലും നിന്നെ ഞാൻ വേദനിപ്പിക്കുന്ന ഒരു കാര്യം ചെയ്യില്ല, ഞാനിങ്ങനെ ഭർത്താവിനെ ഇങ്ങനെ ദൈവത്തിനെ പോലെ ആരാധിക്കുന്ന കൂട്ടത്തിലാണെന്നൊക്കെ പറയാം കേട്ടോ. അപ്പോൾ ആ ദൈവത്തിൻ്റെ കുഞ്ഞാണ് എൻ്റെ വയറ്റിൽ കിടക്കുന്നത്, അപ്പോൾ ആ കുഞ്ഞിന് എന്ത് ചെയ്യാൻ പറഞ്ഞാലും അതിലൊരു കോംപ്രമൈസും ഇല്ല എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ നവ്യനോട് ചോദിക്കുന്നുണ്ടായിരുന്നു നിനക്ക് എന്താ പിന്നെ ആ പൂജയിൽ പങ്കെടുത്താലേന്ന്. അപ്പോൾ ഞാൻ നിൻ്റെ കൂടെ ഉണ്ടല്ലോ, നീയാണ് എല്ലാം ചെയ്യുന്നതെന്ന് മാത്രമല്ലേ ഉള്ളൂ എന്നൊക്കെ പറയാണ്. അപ്പം അബിക്കാണെങ്കിൽ ഇങ്ങനെ മനസ്സിലിങ്ങനെ ഓരോ ചിന്തയാണ് കേട്ടോ, ആ കുഞ്ഞിനെ എങ്ങനെയും കളയണം, അല്ലെങ്കിൽ ഇനിയും ഇതുപോലത്തെ ഓരോന്ന് ഇവളെ ഒപ്പിച്ച് വെക്കുന്നുള്ള ഒരു ചിന്തയാണ്. അപ്പോൾ നവ്യ ചോദിക്കുന്നുണ്ട് നീ എന്താ ആലോചിക്കുന്നതെന്ന്. അപ്പോൾ സമയത്ത് അബി പറയുന്നുണ്ട് ഞാൻ എന്ത് ആലോചിച്ചാലും എന്താ നിൻ്റെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടല്ലോ എന്ന് പറയാണ്. എന്നിട്ട് അവിടെ നിന്ന് എണീറ്റ് പോവാണ് കേട്ടോ ദേഷ്യത്തോടു കൂടി. പിന്നീട് ഇങ്ങനെ നന്ദു ആണെങ്കിലും കനകയാണെങ്കിലും എന്തൊക്കെയോ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നന്ദു വന്നിട്ട് ചോദിക്കുന്നുണ്ട് അമ്മ ആ പലിശക്കാരൻ ചന്ദ്രനെ കാണാനില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ചിട്ടി കമ്പനിയിൽ നിന്ന് പോരുന്ന സമയത്ത് അവിടുത്തെ ഒരാളാണ് എന്നോട് ചോദിച്ചത് അമ്മയ്ക്ക് അയാളെക്കുറിച്ച് എന്തെങ്കിലും അറിയുമോ എന്ന് ചോദിക്കുമ്പോൾ കനകയാണെങ്കിൽ ഇങ്ങനെ ഉരുണ്ട് കളിച്ചുകൊണ്ടേ ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും അവിടെ നിന്ന് ഇങ്ങനെ ചന്ദ്രൻ ഓരോരോ സൗണ്ടൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്താ അവിടെ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ നന്ദു എന്താ ഒരു ശബ്ദം എന്ന് ചോദിക്കുകയാണ്. അവിടെ ഒന്നുമില്ല, അത് ഞാൻ പറഞ്ഞല്ലോ മോളോട് അമ്മയുടെ റിംഗ് ടോൺ ആണെന്നൊക്കെ പറയുകയാണ്. അപ്പോൾ എന്ത് ചോദിച്ചാലും ഉണ്ട് ഒരു റിംഗ് ടോണ്. അപ്പോൾ എന്തായാലും എന്തോ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നന്ദു അവിടെ നിന്ന് പോകാനായിട്ട് നിൽക്കുകയാണ് കേട്ടോ. ഞാൻ പോയി നോക്കാമെന്ന് പറഞ്ഞിട്ട് ആ സമയത്ത് കനകയാണെങ്കിലും നന്ദുവിനെ പിടിച്ചു വെക്കുന്നുണ്ട്, മോള് നോക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ട്. എന്തോ അമ്മയുടെ അങ്ങനെ മനസ്സിൽ എന്തോ ഉണ്ട്, 2 ദിവസമായിട്ട് എന്തോ ഒരു കള്ളത്തരം ഉണ്ടെന്ന് പറഞ്ഞിട്ട് നന്ദു അവിടേക്ക് അങ്ങ് പോകുന്നുണ്ട് കേട്ടോ. പോയിട്ട് ആ സ്റ്റോർ റൂമിൻ്റെ വാതിൽ തുറക്കുന്നുണ്ട്. അപ്പോഴാണ് കേട്ടോ ചന്ദ്രനെ കാണുന്നത്. അപ്പോൾ പിന്നീട് ഇങ്ങനെ അയാളോട് ചോദിക്കുന്നുണ്ട് നിങ്ങളെങ്ങനെയാണ് ഇവിടെ എത്തിയതെന്നൊക്കെ ചോദിക്കുകയാണ്. അയാളൊക്കെ സംസാരിക്കാൻ വയ്യല്ലോ, വായിൽ സ്റ്റിക്കർ ഒട്ടിച്ചുകൊണ്ട് ആ സ്റ്റിക്കർ അങ്ങ് പറിച്ച് കളയുന്നുണ്ട്. അപ്പോൾ നിൻ്റെ അമ്മേനോട് പോയി ചോദിക്കുന്നൊക്കെ പറയാണ്ട് ആ സ്റ്റിക്കർ അങ്ങ് എടുക്കുന്ന സമയത്ത്. അപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് പൈസയും വാങ്ങിച്ചിട്ട് എന്നെ തന്നെ ദ്രോഹിച്ചു, എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു അനുഭവം, എന്തായാലും നിൻ്റെ അമ്മേനെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ നന്ദു ആണെങ്കിൽ അയാളെ കാലിലെ കെട്ടും കയ്യിലെ കെട്ടൊക്കെ അയച്ചു വിടുന്നുണ്ട് കേട്ടോ. പിന്നീട് നന്ദുവിനോടാണെങ്കിലും അയാൾ പറയുന്നുണ്ടായിരുന്നു ഇനിയാണ് നിൻ്റെ അമ്മ അനുഭവിക്കാൻ പോകുന്നതെന്നൊക്കെ പറയുകയാണ്. അപ്പോൾ നന്ദുവിനാണെങ്കിലും അത് കേൾക്കുന്ന സമയത്ത് ഭയങ്കര ടെൻഷൻ ആവുന്നുണ്ട്. പിന്നീട് നൈനിയും നവ്യയും അതുപോലെ തന്നെ അബിയും എല്ലാവരും കൂടെ പിറ്റേ ദിവസം രാവിലെ ക്ഷേത്രത്തിലേക്ക് വന്നതാണ്. അപ്പോൾ പൂജാരി പറയുന്നുണ്ട് ഗണപതി ഹോമൊക്കെ കഴിച്ചിട്ടുണ്ട്, മൂർത്തി സാർ എല്ലാം വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറയാണ്. എന്തായാലും ഇങ്ങനെ ഭാര്യയ്ക്ക് വേണ്ടിയിട്ട് ഭർത്താവാണല്ലോ ഇങ്ങനെ എല്ലാം ചെയ്യുന്നത്, അപ്പോൾ ഇന്നത്തെ കാലത്ത് അങ്ങനെ ആരും ചെയ്യില്ല, അതുകൊണ്ട് എല്ലാം നല്ലതാണെന്നൊക്കെ പറയുന്നുണ്ട്. ഭാര്യയാണെങ്കിലും ഭർത്താവിനെ അങ്ങനെ ഇരുത്തി ഒന്നും
കഴിക്കില്ല എന്നൊക്കെ പറയുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും എല്ലാം നന്നായിട്ട് വരുന്നൊക്കെ പറഞ്ഞിട്ട് അവർക്ക് തീർത്തും പ്രസാദമൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ പ്രസാദം കൊടുക്കുന്ന സമയത്ത് അബിക്കാണെങ്കിലും നവ്യാണെങ്കിലും നെറ്റിയിലത് തൊട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആദർശ് നൈനയും തൊട്ട് കൊടുക്കുന്നുണ്ട്. പിന്നീട് ഇങ്ങനെ 101 കുടം വെള്ളം ഒഴിക്കണ്ടേ എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ നൈന. അപ്പോൾ അത് ആ സമയത്ത് അബിയാണെങ്കിലും ചോദിക്കുന്നുണ്ട് എന്തെങ്കിലും ഒരു ഇളവ് പറ്റില്ല എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ എതിർക്കാനൊന്നും പാടില്ല, നീ എന്താടാ ഈ പറയുന്നത്, ഇനിയിപ്പോൾ ഒരു കുടം ഏറെ ഒഴിച്ചാലും കുഴപ്പമൊന്നുമില്ല എന്നിങ്ങനെ ആദർശ് പറയുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ അതിന് മനസ്സിലിങ്ങനെ വിചാരിക്കുന്നുണ്ട് കേട്ടോ, ആ തണുത്ത വെള്ളം തലയിലൂടെ ഒഴിക്കുമ്പോഴെങ്കിലും ഇവന് നല്ല ബുദ്ധി തോന്നിയാൽ മതിയായിരുന്നു എന്നിങ്ങനെ മനസ്സിൽ വിചാരിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ജ്യോത്സ്യർ ഇങ്ങനെ പറഞ്ഞ കാര്യങ്ങളെല്ലാം അതുപോലെ ചെയ്യണം, എന്നാലേ ഫലം കാണൂ എന്നൊക്കെ ഇങ്ങനെ ആ പൂജാരി ആണെങ്കിലും പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഇങ്ങനെ ഈ മുണ്ടും നേരിയത് കൊടുത്ത് വേണം അങ്ങനെ പൂജയ്ക്ക് ഇരിക്കാനെന്നൊക്കെ പറയുകയാണ്. പിന്നീട് അവരങ്ങ് അവിടെ നിന്ന് പോരുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ഇങ്ങനെ പറയുന്നുണ്ട്, എനിക്കും ഏട്ടനെ പോലെ തണുപ്പൊന്നും പറ്റില്ല എന്ന് പറയാണ്. നിനക്ക് എന്തായാലും അതെല്ലാം പറ്റും, നീ ഇങ്ങനെ എനിക്ക് ഐസ്ക്രീം കഴിക്കാൻ പറ്റാത്തതുകൊണ്ട് എൻ്റെ മുന്നിലിരുന്ന് 2 ഐസ്ക്രീം വരെ ഒറ്റയ്ക്ക് കഴിക്കില്ല, അതുപോലെ തന്നെ ഫ്രിഡ്ജിൽ നിന്ന് നല്ല തണുത്ത വെള്ളം എടുത്തല്ലേ കുടിക്കുന്നത്, അതുകൊണ്ട് നിനക്കതെല്ലാം പറ്റും എന്നൊക്കെ പറയാണ്. അതുകൊണ്ട് എനിക്കിങ്ങനെ രാവിലെ ഇങ്ങനെ ഇത്രയും വെള്ളമൊന്നും തലയിൽ ഒഴിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് അബിക്കാണെങ്കിലും ആകെ ഇതാണ് കേട്ടോ. അപ്പം നവ്യാണെങ്കിലും മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, നിനക്ക് ഞാൻ വിളിച്ചാൽ വരാൻ പറ്റില്ലല്ലേ, നീ ഞാൻ വിളിച്ചാൽ ഫോൺ എടുക്കാൻ പറ്റില്ല, അപ്പോൾ നീ ഒരു പാഠം പഠിക്കുന്നത്, എനിക്ക് കുറച്ച് അഹങ്കാരം കൂടുതലാണെന്നൊക്കെ നവ്യാണെങ്കിലും മനസ്സിൽ വിചാരിക്കുന്നുണ്ടായിരുന്നു. പിന്നീട് നൈനയാണെങ്കിലും ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ, എൻ്റെ ചേച്ചി ഒരു കള്ളം പറഞ്ഞു, ഇനി അതെന്തെങ്കിലും പിടിക്കപ്പെട്ടാൽ എല്ലാവരും ചേച്ചീനോട് പൊറുക്കണേ എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. പിന്നീട് ഇങ്ങനെ നൈന പ്രാർത്ഥിക്കുന്ന കണ്ടുകൊണ്ട് ആദർശ് പറയുന്നുണ്ടായിരുന്നു, എന്നെ അങ്ങ് മുകളിലേക്ക് എടുക്കണേന്ന് പ്രാർത്ഥിച്ചോ എന്ന് പറയാണ്. അപ്പോൾ നൈന പറയുന്നുണ്ട്, നിങ്ങൾ എന്തൊക്കെയായി പറയുന്നത്, അതും ഈ ഭഗവാന്റെ മുന്നിൽ വെച്ചെന്ന് പറയാണ്. ആ സമയത്ത് ആദർശ് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, അല്ല ചിലപ്പോൾ നിനക്ക് അങ്ങനെയൊക്കെ തോന്നുമെന്ന് പറയാണ്. അപ്പോൾ നൈനയാണെങ്കിലും ആ താലിയിൽ ഇങ്ങനെ കൊടുത്തിട്ടുള്ള പ്രസാദമൊക്കെ തൊട്ട് കൊടുത്തിട്ട് ഇങ്ങനെ അതിങ്ങനെ എടുത്ത് കണ്ണിൽ വെച്ച് ഇങ്ങനെ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. ആദർശ് ഇങ്ങനെ ഒരു ചെറിയ ചിരിയോടുകൂടി ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചിട്ടുള്ളത്. ഈ റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത്